ഹായ് നമസ്കാരം. ബി.എസ്.സിയുടെ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആളുകൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ബൈ പേഴ്സൺസ് ഹു കനോട്ട് ബി കോൾഡ് ആസ് വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ആണ്. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി കൊടുത്തിട്ടുള്ള ആളുകൾ, ഓൾറെഡി മൊഴി കൊടുത്ത ആളുകൾക്ക് പിന്നീട് ആ കേസിന്റെ ഭാഗമായിട്ട് അതിന്റെ പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ട് അതിന്റെ അകത്ത് വിറ്റ്നസ് ആവാൻ വേണ്ടി സാധിക്കേണ്ട വരുന്ന സമയത്ത് അവരുടെ സ്റ്റേറ്റ്മെന്റിനുള്ള വാല്യൂവിനെ കുറിച്ച് അല്ലെങ്കിൽ റെലവൻസിയെ കുറിച്ചൊക്കെ പറയുന്ന ഒരു മൊഡ്യൂളാണ് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ. സെക്ഷൻ 26 മുതലാണ് ഈ മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സെക്ഷൻ 26 മുതൽ നോക്കി തുടങ്ങാം. അപ്പൊ നമ്മൾ സെക്ഷൻ 26 വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സെക്ഷൻ 26 പറയുന്നത് കേസസ് ഇൻ വിച്ച് സ്റ്റേറ്റ്മെന്റ് ഓഫ് റെലവന്റ് ഫാക്ട് ബൈ എ പേഴ്സൺ ഹു ഈസ് ഡെഡ് ഓർ കനോട്ട് ബി ഫൗണ്ട് എക്സെട്ര ഈസ് റെലവന്റ് എന്ന് പറയുന്ന സംഗതിയാണ് പറയുന്നത്. അതായത് മരിച്ചു പോവുകയോ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തി, അങ്ങനെയുള്ള ആളുകൾ ഒരു റെലവന്റ് ആയിട്ടുള്ള ഒരു പ്രസക്തമായിട്ടുള്ള ഒരു വസ്തുതയെ കുറിച്ച് അവരൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ മുമ്പേ അവർ നടത്തിയിട്ടുള്ള ആ പ്രസ്താവന അത് റെലവന്റ് ആകുന്ന അല്ലെങ്കിൽ അത് പ്രസക്തമാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ നമ്മൾ സെക്ഷൻ 26 പറയുന്നത്. അപ്പൊ എന്താണ് സാഹചര്യം? ഒരു വ്യക്തി ഉണ്ട്, ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾ ഒന്നുകിൽ മരിച്ചുപോയി അല്ലെങ്കിൽ അയാളെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ. അത് മാത്രമല്ല, വേറെ വിശദമായിട്ട് ഈ സെക്ഷന്റെ അകത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള അത്തരത്തിലുള്ള സന്ദർഭങ്ങൾക്കകത്ത് അയാൾ മുമ്പേ കൊടുത്തിട്ടുള്ള ഒരു പ്രസ്താവന, ആ പ്രസ്താവന പിന്നീട് അവരുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ അവരെ കാണാതായതിനു ശേഷം പ്രസക്തമാകുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ ഈ സെക്ഷൻ 26 നോക്കുന്നത്. നമുക്ക് സെക്ഷൻ വായിച്ചു നോക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് റിട്ടൺ ഓർ ഓറൽ എന്ന് പറഞ്ഞാൽ അവർ കൊടുത്ത ഒരു, നേരത്തെ പറഞ്ഞല്ലോ, ഒരു മൊഴി കൊടുക്കുന്നു, പ്രസ്താവന നടത്തുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് അത് റിട്ടൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആവാം, അല്ലെങ്കിൽ വെർബൽ ആയിട്ടുള്ള വാക്കാലുള്ള സ്റ്റേറ്റ്മെന്റ് ആവാം. അത് എന്തിനെ സംബന്ധിക്കുന്നതാണ്? അബൌട്ട് എ റെലവന്റ് ഫാക്ട്, ഒരു പ്രസക്തമായ വസ്തുതയെ കുറിച്ച് ആണ് ആ വ്യക്തി ആ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. അത് ഓറലി നടത്തുന്ന, അതായത് വെർബലി നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് ആവാം, റൈറ്റിംഗിൽ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആവാം. അത് എന്തിനെ സംബന്ധിക്കുന്നതാണ്? ഒരു കേസുമായി ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു റെലവന്റ് ഫാക്ടിനെ കുറിച്ചാണ്, അത് തർക്കവുമായി ബന്ധപ്പെട്ട ഒരു റെലവന്റ് ഫാക്ടിനെ കുറിച്ചാണ് അവർ അന്ന് നടത്തിയിട്ടുള്ള ആ പ്രസ്താവന എന്ന് പറയുന്നത്. ആ പേഴ്സൺ ഇപ്പൊ എവിടെയാണ്? അയാൾ ഒന്നുകിൽ ഡെഡ് ആണ് എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചു പോയിട്ടുണ്ട്. പ്രസ്താവന മുമ്പേ നടത്തിയതാണ്, ഇപ്പൊ നിലവിൽ എന്താണ്? ആ വ്യക്തി മരിച്ചു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഓർ വു കനോട്ട് ബി ഫൗണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല, എവിടെയാണെന്ന് അറിയില്ല. ഓർ വു ഹാസ് ബിക്കം ഇൻകാപ്പബിൾ ഓഫ് ഗിവിംഗ് എവിഡൻസ്, അല്ലെങ്കിൽ അയാൾക്ക് തെളിവ് കൊടുക്കാൻ, കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ, തെളിവ് കൊടുക്കാൻ പറ്റിയ സാഹചര്യമില്ല, എവിഡൻസ് കൊടുക്കാൻ പറ്റിയ സാഹചര്യമില്ല എന്നുള്ളത്, അതിന് ഇൻകാപ്പബിൾ ആവുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അസുഖം പിടിച്ച് കിടപ്പിലാവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഓർ വൂസ് അറ്റൻഡൻസ് കനോട്ട് ബി പ്രൊക്യൂർഡ് വിത്തൗട്ട് ആൻ എമൗണ്ട് ഓഫ് ഡിലേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾക്ക് കോടതിയിൽ എത്താൻ, കോടതിയിൽ വിറ്റ്നസ് ആവാൻ, ആ സ്റ്റേറ്റ്മെന്റ് വീണ്ടും പറയാൻ, അല്ലെങ്കിൽ കോടതിയിൽ മൊഴി കൊടുക്കാൻ, സാക്ഷിയാവാൻ പറ്റിയ സാഹചര്യം ഇല്ലാത്ത എന്തുകൊണ്ടാണ് ഇവിടെ? അയാളെ കോടതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരുപാട് സമയദൈർഘ്യം എടുക്കുന്ന ഒരു സന്ദർഭമാണ്. എന്ന് പറഞ്ഞാൽ അയാൾ ചിലപ്പം ദൂര പ്രദേശത്താവാം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അയാളെ കോടതിയിൽ കൊണ്ടുവരിക, അവിടെ എവിഡൻസ് കൊടുക്കുക എന്നുള്ളത് ഒരു ഡിലേ വരുത്തുന്ന സംഗതിയാണ്, അല്ലെങ്കിൽ എക്സ്പെൻസ്, അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഗതിയാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കോടതിക്ക് തോന്നുകയാണ് അയാൾ വന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് കോടതിക്ക് ബോധ്യാവുന്ന ഘട്ടത്തിൽ അയാളെ മുമ്പ് കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പ്രസക്തമായിരിക്കും, റെലവന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ സ്റ്റേറ്റ്മെന്റ്, മുമ്പേ കൊടുത്തിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് റെലവന്റ് ആവുന്നതിന് ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഈ സെക്ഷൻ 26ന്റെ അകത്ത് പറയുന്നുണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ഒരു റിപ്പീറ്റേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു വ്യക്തി മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് അയാൾ ഓറലി അല്ലെങ്കിൽ റൈറ്റിംഗിൽ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് പിന്നീട് ഒരാവശ്യത്തിലേക്കായി, കേസിന്റെ ആവശ്യത്തിലേക്കായി വന്ന് പറയാൻ അയാൾക്ക് സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ അയാളെ കണ്ടുപിടിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ അയാൾക്ക് ഇൻകാപ്പബിൾ ആണ്, എവിഡൻസ് കൊടുക്കാൻ, ഒന്നുകിൽ സംസാരശേഷി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ബെഡ് റിഡൺ ആയി കിടക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അയാൾ ദൂരെ എവിടെയോ ആണ്, അയാളെ കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ ഡിലേ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിനകത്ത് മുമ്പ് അയാൾ പറഞ്ഞിട്ടുള്ള, ആ വ്യക്തി നടത്തിയിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് പ്രസക്തമാണ് എന്നാണ് പറയുന്നത്. അതിന് ഏതാനും ചില പർട്ടിക്കുലർലി ചില എല്ലാ സന്ദർഭങ്ങളിലും അല്ല, അതിന് അനുകൂലമായിട്ടുള്ള സന്ദർഭങ്ങൾ ഈ സെക്ഷന്റെ അകത്ത് പറയുന്നുണ്ട്. നമ്മൾ ഇനി അതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമതായിട്ട് പറയുന്നത് സെക്ഷൻ 26ന്റെ ക്ലോസ് എയിൽ പറയുന്ന സംഗതി എന്ന് പറയുന്നത്, വെൻ എ സ്റ്റേറ്റ്മെന്റ് ഈസ് മെയ്ഡ് ബൈ എ പേഴ്സൺ അബൌട്ട് ദി കോസ് ഓഫ് ഹിസ് ഡെത്ത്. ഇവിടെ നടത്തിയ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്? അയാളെ മരണകാരണത്തെ കുറിച്ചാണ് ആ വ്യക്തി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു വ്യക്തി നടത്തിയിട്ടുള്ള അപ്പം പ്രസന്റ്ലി അയാൾ മരിച്ചു പോയിട്ടുണ്ട് അല്ലെ? അപ്പൊ മരിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തി മരിക്കുന്നതിന് മുമ്പ് അയാളെ മരണകാരണത്തെ കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, കോസ് ഓഫ് ഹിസ് ഡെത്ത് അല്ല എന്നുണ്ടെങ്കിൽ എനി ഓഫ് ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ ട്രാൻസാക്ഷൻ വിച്ച് റിസൾട്ടഡ് ഇൻ ഹിസ് ഡെത്ത്, എന്തെങ്കിലും ഒരു
സർക്കംസ്റ്റാൻസസ്, മരണത്തിലേക്ക് നയിച്ചതായിട്ടുള്ള സർക്കംസ്റ്റാൻസസ്, സന്ദർഭങ്ങൾ, അയാളെ മരണത്തിലേക്ക് എത്തിയിട്ടുള്ള ഇടപാടുകളെ സംബന്ധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അയാൾ കൊടുത്തത് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. മരണകാരണം അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ച സന്ദർഭങ്ങളെ സംബന്ധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ആ വ്യക്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുശേഷം ആ വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സച്ച് എ സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ അയാൾ നടത്തിയിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് അത് റെലവെന്റ് ആൻഡ് ദാറ്റ് ഈസ് റെലവെന്റ് ഫോർ ദ കോസ് ഓഫ് ദാറ്റ് പേഴ്സൺസ് ഡെത്ത് കംസ് ഇൻ ടു ക്വസ്റ്റ്യൻ. അവിടെ കോടതിയുടെ മുമ്പിൽ വരുന്ന ചോദ്യം അല്ലെങ്കിൽ ആ കേസിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ മരണകാരണത്തെ സംബന്ധിച്ച് ഒരു തർക്കമാണ്, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റിയാണ്, ഒരു എവിഡൻസ് ആണ് കോടതിക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിലേക്കായി അയാൾ മരിക്കുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള അയാളെ മരണകാരണത്തെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ച സന്ദർഭങ്ങളെ കുറിച്ച് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് പ്രസക്തമായിരിക്കും എന്നാ പറയുന്നത്. ഇതിനെ നമുക്ക് ചുരുക്കി എങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും? ഡൈയിങ് ഡിക്ലറേഷൻ എന്നുള്ള സംഗതി നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? മരണമൊഴി എന്ന് പറയുന്നത്, അതാണ് ഇവിടെ ഉദ്ദേശിച്ച സംഗതി എന്ന് പറഞ്ഞാൽ, അതായത് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാളെ മരണകാരണത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ എന്ത് സന്ദർഭമാണ് അയാളെ മരണത്തിലേക്ക് ലീഡ് ചെയ്തത് എന്നതിനെ സംബന്ധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അയാൾ അതിനുശേഷം മരിച്ചുപോയി എന്നുണ്ടെങ്കിൽ അയാൾ നടത്തിയിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് റെലവെന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഒന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത്. പറഞ്ഞാൽ കോടതിയിലേക്ക് സാക്ഷിയായിട്ട് വിളിക്കപ്പെടാൻ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ മരിച്ചു പോയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ബെഡ് റിഡൺ ആയതുകൊണ്ടോ അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് കോടതിയിലേക്ക് സാക്ഷികളായിട്ട് വിളിച്ച് വരുത്താൻ പറ്റാത്ത ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ മുമ്പ് നടത്തിയിട്ടുള്ള പ്രസ്താവനയെ കുറിച്ചാണ് നമ്മളിവിടെ ഈ സെക്ഷനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സന്ദർഭമായിട്ട് സെക്ഷൻ 26ന്റെ ക്ലോസ് എയിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാള് മരണമൊഴിയായിട്ട് പറയുന്ന സംഗതി അയാളെ മരണകാരണത്തെക്കുറിച്ചും അയാളെ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ള ഇടപാടിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ള ആ മൊഴി പ്രസക്തമായിരിക്കും എന്നാണ് പറയുന്നത്. ഏത് സന്ദർഭത്തിൽ അത് പ്രസക്തമാകുന്നത്? അവിടെ കോടതിയുടെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോടതി വിശകലനം ചെയ്യുന്നത് ഇയാളുടെ മരണകാരണത്തെ സംബന്ധിച്ചുള്ള ഒരു സംഗതിയാവുന്ന സമയത്ത് അവിടെ അയാളുടെ ആ മരണമൊഴി പ്രസക്തമായിരിക്കും, ഡൈയിങ് ഡിക്ലറേഷൻ പ്രസക്തമായിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു ക്ലോസ് തീർന്നില്ല, ബാക്കി കൂടെ നോക്കാം. അപ്പൊ ബാക്കിയായിട്ട് പറയുന്നത് സച്ച് statement remains relevant whether or not that person who made them was under expectation of death when it was made എന്നുള്ളൊരു കാര്യമാണ് ആദ്യം പറയുന്നത്. അപ്പം അവിടെ പറയാണ്, അതായത് ആ വ്യക്തി അത്തരത്തിൽ ഒരു മരണമൊഴി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അയാൾ മരണത്തെ മുമ്പിൽ കണ്ടിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവിടെ നിർബന്ധമൊന്നുമില്ല. മരണത്തെ എക്സ്പെക്ട് ചെയ്തിരുന്നു ചോദിച്ചാൽ എക്സ്പെക്ട് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കാം. എക്സ്പെക്ട് ചെയ്തില്ല എന്നതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, മരണകാരണത്തെ സംബന്ധിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇറലവെന്റ് ആവുമൊന്നുമില്ല. മരണം എക്സ്പെക്ട് ചെയ്താലും ഇല്ലെങ്കിലും അത് റെലവെന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. And also, whatever may be the nature of the proceeding in which the cause of his death comes into question എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. അതായത് ഇയാളെ മരണകാരണത്തെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം കോടതിയുടെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ അത് പ്രസക്തമാകും, ഈ മൊഴി പ്രസക്തമാകും എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ആ കേസ് എന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനൽ കേസോ അല്ലെങ്കിൽ അയാളെ കൊലപാതകത്തെ സംബന്ധിക്കുന്ന കേസ് ആയിക്കോളാം നിർബന്ധമൊന്നുമില്ല. അതൊരു സിവിൽ പ്രൊസീഡിംഗ് ആവാം, എന്ത് പ്രൊസീഡിംഗും ആവാം. ആ കോടതിയുടെ മുമ്പിൽ ഇയാളെ മരണകാരണത്തെ കുറിച്ച് അതിനൊരു ക്ലാരിറ്റി വരുത്തുന്ന ഒരു ചോദ്യം കോടതിയുടെ മുമ്പിൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കോടതിയുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. അത് ഇയാളുടെ കൊലപാതകത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മരണകാരണത്തെ സംബന്ധിച്ചുള്ള കേസ് ആയിക്കോളാം നിർബന്ധമൊന്നുമില്ല. എങ്ങനെയുള്ള കേസ് ആയാലും അതൊരു സിവിൽ പ്രൊസീഡിംഗ് ആവാം, ക്രിമിനൽ കേസ് ആവണം നിർബന്ധമൊന്നുമില്ല. അപ്പോഴും അത് പ്രസക്തമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തി മരിക്കുന്നതിന് മുമ്പേ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അയാളെ മരണത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യം കോടതിയുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പം അവിടെ അത് പ്രൂവ് ചെയ്യുന്നതിലേക്കായിട്ട് ആ സ്റ്റേറ്റ്മെന്റിന്, ആ ഡൈയിങ് ഡിക്ലറേഷന് പ്രസക്തി ഉണ്ടാവും. അത് സിവിൽ കേസ് ആണെങ്കിലും ക്രിമിനൽ കേസ് ആണെങ്കിലും ആ മരണകാരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കേസ് ആണെങ്കിൽ അത് പ്രസക്തമായിരിക്കും. അതുപോലെ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന സമയത്ത് ആ വ്യക്തി മരണത്തെ എക്സ്പെക്ട് ചെയ്തോളാം നിർബന്ധമൊന്നുമില്ല. മരണത്തെ എക്സ്പെക്ട് ചെയ്യാം, ചെയ്യാണ്ടിരിക്കാം, എന്താണെങ്കിലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് പ്രസക്തമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് സെക്ഷൻ 26ന്റെ ക്ലോസ് 1 എ ആയിട്ട് വരുന്നത്. അപ്പം സെക്ഷൻ 26ന്റെ ക്ലോസ് എ ആയിട്ട് വരുന്ന സംഗതി ഇതാണ്. ഓക്കെ, നമുക്ക് അടുത്ത രണ്ടാമത്തെ സന്ദർഭം നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ, ഡൈയിങ് ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ട് 1-2 അഡീഷണൽ കാര്യങ്ങളും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. അതായത് ഒരു വ്യക്തി ഒരു ഡൈയിങ് ഡിക്ലറേഷൻ കൊടുക്കുന്നത്, മരണമൊഴി കൊടുക്കുന്നത് ആരുടെ മുമ്പിൽ കൊടുത്താലാണ് അതിന് എവിഡൻഷ്യറി വാല്യൂ ഉണ്ടാവുക, ആരുടെയൊക്കെ മുമ്പിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആദ്യം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഡൈയിങ് ഡിക്ലറേഷൻ ഒരു മരണമൊഴി മരിക്കുന്നതിന് മുമ്പ് മരണകാരണവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അത് ആരുടെ മുമ്പിൽ കൊടുത്താലും അതിന് എവിഡൻഷ്യറി മൂല്യം ഉണ്ട് അല്ലെങ്കിൽ അത് റെലവെന്റ് ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത്. എന്നാൽ പോലും
അതിന്റെ ഒരു തോത് വേരിയന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു മജിസ്ട്രേറ്റിന് മുമ്പിലാണ് ഒരാൾ ഒരു മരണമൊഴി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എവിഡൻഷ്യറി വാല്യൂ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും തെളിവ് മൂല്യമുള്ള മരണമൊഴി വരുന്നത്. അപ്പം അല്ലാത്തതൊന്നും മൂല്യമില്ല അല്ലെങ്കിൽ കോടതി തെളിവായിട്ട് സ്വീകരിക്കില്ല എന്നുള്ളതല്ല. ഏറ്റവും എവിഡൻഷ്യറി വാല്യൂ ഉള്ളത് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുക്കുന്ന മരണമൊഴിക്കാണ്. അതിന്റെ പ്രത്യേക ഡോക്ടർ മുമ്പിൽ മരണമൊഴി കൊടുക്കാം, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ കൊടുക്കാം, ബന്ധുക്കളുടെ മുമ്പിലോ അല്ലെങ്കിൽ ഏതൊരു സ്വകാര്യ വ്യക്തിയുടെ മുമ്പിൽ ഒരാൾക്ക് മരണമൊഴി കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതിന് ഏറ്റവും തെളിവ് മൂല്യം വരുന്നത് അതൊരു മജിസ്ട്രേറ്റിന് മുമ്പിൽ നടത്തുമ്പോഴാണ് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നീട് ഏതൊക്കെ രീതിയിൽ ഒരാൾ ഒരു മരണമൊഴി പറയും എന്നതിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തു വെക്കണം. ഏതൊക്കെ രീതിയിൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫോമിൽ എന്ന് പറയാം, വാക്കാൽ പറയാൻ വേണ്ടി സാധിക്കും, അതുപോലെ തന്നെ എഴുതിക്കൊണ്ട് പറയാം, ആംഗ്യ ഭാഷയിൽ പറയാം, വരച്ചുകൊണ്ട് പറയാം. ഇങ്ങനെ ഏതൊരു ഫോമിലും മരണമൊഴി കൊടുത്തു കഴിഞ്ഞാൽ അത് റെലവെന്റ് ആയിരിക്കുമെന്ന് പല കേസുകളിൽ കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇൻഫർമേഷനും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പൊ ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ തവണ മരണമൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച ദിവസങ്ങളിൽ 2 or 3 തവണയായിട്ട് മരണമൊഴി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മരണമൊഴിയിൽ ഏതാണ് മരണമൊഴിയായിട്ട് സ്വീകരിക്കുക എന്ന് ചോദിച്ചാൽ അതിൽ ലാസ്റ്റ് വന്നിട്ടുള്ളത് ഏതാണോ അതിനാണ് എവിഡൻഷ്യറി വാല്യൂ ഉണ്ടാവുക എന്നും പല കേസുകളിലും കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഓർത്തു വെക്കുക. നമുക്ക് അടുത്തൊരു ക്ലോസിലേക്ക്, സെക്ഷൻ 26ന്റെ ബി എന്ന് പറയുന്ന ക്ലോസിലേക്ക് പോകാം. ഇനി ബി പറയുന്നത് when the statement was made by a person in the ordinary course of business it is relevant എന്നുള്ള സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വ്യക്തി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് അയാളെ ജോലി സംബന്ധമായിട്ടുള്ള എന്തോ ഒരു കാര്യത്തെ സംബന്ധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റും പ്രസക്തമാണ്, റെലവെന്റ് ആണ്, അതിനും എവിഡൻഷ്യറി മൂല്യം ഉണ്ടാവും, വാല്യൂ ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് വാസ് മെയ്ഡ് ബൈ എ പേഴ്സൺ, അവിടെ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്തിനെ സംബന്ധിക്കുന്നതാണ് അല്ലെങ്കിൽ എന്തിന്റെ ഭാഗമായിട്ട് വന്നത്, അയാളെ ഓർഡിനറി ബിസിനസ് മുറയുടെ ഭാഗമായിട്ട് അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷനെ സംബന്ധിക്കുന്നതോ അത്തരത്തിലുള്ള ജോലിയെ സംബന്ധിക്കുന്ന എന്തോ ഒരു പ്രസ്താവനയാണ് അവിടെ നടത്തിയത്. ആ പ്രസ്താവനയ്ക്കും കോടതിയിൽ എന്താ പറയാ സ്റ്റേറ്റ്മെന്റിന്റെ വാല്യൂ ഉണ്ടാവും. ആ പ്രസ്താവനയും കോടതിയിൽ എവിഡൻസ് ആയിട്ട് സ്വീകരിക്കും. അയാൾ അതിന് ശേഷം മരിച്ചുപോയി അല്ലെങ്കിൽ അയാൾ അതിന് ശേഷം കോടതിയിൽ വരാൻ പറ്റാത്ത സാഹചര്യം ഒക്കെ ആണെങ്കിലും അതിന് വാല്യൂ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താ, ദിസ് ഇൻക്ലൂഡ്സ്, ഇതെന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് ഇതിന്റെ അകത്ത്, an entry or memorandum made by him in books kept for ordinary course of his business, അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് അയാൾ സൂക്ഷിക്കുന്ന ഒരു പുസ്തകം, അതിന്റെ അകത്ത് നടത്തിയിട്ടുള്ള ഒരു എൻട്രി, പുസ്തകം എന്ന് പറഞ്ഞാൽ കണക്ക് പുസ്തകം ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറിയോ എന്തെങ്കിലും കുറിപ്പുകൾ എഴുതുന്ന ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വെക്കുന്ന ബുക്കുകളാവാം, അത് കണക്ക് ബുക്ക് ആയിക്കോളാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുക്കുകളാവാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും എൻട്രീസ് അല്ലെങ്കിൽ മെമ്മോറാണ്ടംസ് അത്തരത്തിൽ അയാൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് കീപ്പ് ചെയ്യുന്ന പുസ്തകത്തിന്റെ അകത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എവിഡൻഷ്യറി വാല്യൂ ഉണ്ടാവും. ഓർ ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഹിസ് പ്രൊഫഷണൽ ഡ്യൂട്ടി, അവിടെ ബിസിനസിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ള എല്ലാ ഇതും അവിടെ ഉൾപ്പെടുന്നുണ്ട്, എല്ലാ രീതിയും ഉൾപ്പെടുന്നുണ്ട്. മാത്രമല്ല ഒരു പ്രൊഫഷണൽ ഡ്യൂട്ടി ചെയ്യുന്ന ആളാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അയാളുമായുള്ള പ്രൊഫഷണൽ ഡ്യൂട്ടി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കീപ്പ് ചെയ്യുന്ന പുസ്തകത്തിന്റെ അകത്ത് എന്തെങ്കിലും ഒരു എൻട്രി നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി കുറിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കപ്പെടും. മാത്രമല്ല an acknowledgement written or signed by him in the receipt of money, എന്തെങ്കിലും പണം സ്വീകരിച്ചതിന്റെ അല്ലെങ്കിൽ ഗുഡ്സ് ട്രാൻസാക്ട് ചെയ്തതിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റീസ് ഈട് വെച്ചതിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അത് സ്വീകരിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യും, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റെസിപ്റ്റുകൾ അയാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റെസിപ്റ്റിനും ആ സ്റ്റേറ്റ്മെന്റിന്റെ വാല്യൂ ഉണ്ടാവും എന്ന് പറയുന്നു. അതായത് ഒരു പണം സ്വീകരിക്കുമ്പോൾ ഇത്ര പൈസ സ്വീകരിച്ചു, ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന കച്ചവടം നടത്തിയതിലേക്കായിട്ട് ഇത്ര പൈസ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റെസിപ്റ്റ് അവിടെ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട റെസിപ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുക വിൽക്കുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റെസിപ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റീസ് എന്തെങ്കിലും ഈടായിട്ട് എന്തെങ്കിലും കൊടുത്തതിന്റെ റെസിപ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റെസിപ്റ്റ്, അങ്ങനെയുള്ള റെസിപ്റ്റ് അതിൻ്റെ അകത്ത് അയാൾ എഴുതിയിട്ടുള്ളതോ അല്ലെങ്കിൽ അയാൾ ഒപ്പുവെച്ചിട്ടുള്ളതോ ആയിട്ടുള്ള അയാളുടേതെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള റെസിപ്റ്റുകൾ അതിന് എവിഡൻഷ്യറി വാല്യൂ ഉണ്ടാവും. അതൊരു ഡോക്യുമെന്റ് ആയിട്ട് കോടതി സ്വീകരിക്കും, അതിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതിനെ കണക്കാക്കാൻ വേണ്ടി പറ്റും. മാത്രമല്ല എ ഡോക്യുമെന്റ് യൂസ്ഡ് ഇൻ കൊമേഴ്സ് റിട്ടൺ ഓർ സൈൻഡ് ബൈ ഹിം, വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ്, അതിന്റെ അകത്തും അയാൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ സൈൻ ഉള്ളതായിട്ടുള്ള ഒരു ഡോക്യുമെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ് റിട്ടൺ ഓർ സൈൻഡ് ബൈ ഹിം ഓൺ എ ലെറ്റർ ഓർ എനി അതർ ഡോക്യുമെന്റ് വിച്ച് ഈസ് യൂഷ്വലി ഡേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഒരു കത്ത് എഴുതുകയാണ്, അപ്പൊ ഞാൻ ഇന്ന ദിവസം ഇന്ന ആൾക്ക് ഇത്ര രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വേറൊരാൾക്ക് ഒരു കത്ത് എഴുതിയാൽ മതി, ആ കത്തിന്റെ അകത്ത് ഡേറ്റ് ഉണ്ടായാൽ മതി, അത് അയാൾ എഴുതിയിട്ടുള്ളതായാലും മതി, അതിന്റെ അകത്ത് ഡേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അയാളുടെ ആയിട്ട് സ്വീകരിക്കപ്പെടും. അതുപോലെ ഡേറ്റ് ഇടുന്ന മറ്റ് സംഗതികൾ, ഇപ്പൊ ഡയറി ആയാൽ മതി, ഇപ്പൊ ഇന്ന ദിവസം ഇത്ര രൂപയ്ക്ക് ഇന്ന സംഭവം ഞാൻ വിറ്റു
ഇത്ര പൈസ എനിക്ക് ലാഭം കിട്ടി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അയാളുടെ ഡയറിയുടെ അയാൾ എഴുതുന്ന അയാളുടെ പേഴ്സണൽ ഡയറിന്റെ അകത്ത് ഉണ്ടെങ്കിൽ പോലും അതെന്താണ്, അതൊരു ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ട് അതിന് കണക്കാക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു വ്യക്തി അയാളുടെ ബിസിനസ് പ്രൊഫഷൻ ഡ്യൂട്ടിയുടെ ഒക്കെ ഭാഗമായിട്ടും ബിസിനസിന്റെ ഭാഗമായിട്ടും എന്തെങ്കിലും ട്രാൻസാക്ഷൻസിനെ കുറിച്ച് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഒരു വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കപ്പെടും എന്നാണ് സെക്ഷൻ 26ന്റെ ബി എന്ന് പറയുന്ന ക്ലോസിന്റെ അകത്ത് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് അവിടെ കൊടുത്തു നോക്കിയേ, ഞാൻ തന്നെ കൊടുത്ത എക്സാമ്പിൾ ആണ് ഷോപ്പ് കീപ്പേഴ്സ് ലെഡ്ജർ എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് നടത്തുന്ന ഒരു കടക്കാരന്റെ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കണക്ക് പുസ്തകം, അത് ഒരു എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ റെസിപ്റ്റ് സൈൻഡ് ബൈ എ പ്രൊഫഷണൽ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ സൈൻ ചെയ്ത് കൊടുത്ത പൈസ കിട്ടി എന്നൊക്കെ പറഞ്ഞ് സൈൻ ചെയ്ത് കൊടുക്കുന്ന, ഫീസ് കിട്ടുമ്പോൾ ഫീസ് കിട്ടി എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു റെസിപ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള സംഗതികളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് തെളിയിക്കുന്നതിലേക്കായിട്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കം വരുന്ന സമയത്ത് ആ വ്യക്തി അന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും അല്ലെങ്കിൽ അയാൾക്ക് കോടതിയിൽ വരാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അയാൾ ഒപ്പിട്ട് കൊടുത്ത ആ രേഖ, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ അയാൾ സൂക്ഷിച്ച ആ കണക്ക് പുസ്തകം കോടതിയിൽ തെളിവായിട്ട് സ്വീകരിക്കാൻ വേണ്ടി പറ്റും. അത് പ്രസക്തമാണ്, അത് അയാളുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി മൂന്നാമത്തെ സന്ദർഭം സി എന്താ പറയുന്നത് നോക്കാം. അപ്പൊ ഇവിടെ മൂന്നാമതായിട്ട് സി പറയുന്നത് വായിച്ചു നോക്കാം. When the statement is against the pecuniary or proprietary interest of the person making it, or when it, if true, it would expose him or would have exposed him to a criminal prosecution or a suit for damages എന്നാ പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്, ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി മുമ്പേ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആ പ്രസ്താവന, ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയുള്ളതാണ്, ആ വ്യക്തിയുടെ തന്നെ ധനപരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പെക്യുനറി ആയിട്ടുള്ള താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അയാളുടെ ധനപരമായിട്ടുള്ള താല്പര്യത്തിന്, പണപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് എതിരായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അല്ലെങ്കിൽ ഒരു ഉടമ എന്ന നിലയിൽ ഒരു എന്ന് പറഞ്ഞാൽ ഒരു പ്രൊപ്പറേറ്ററി ഇൻട്രസ്റ്റ് ഉള്ളതിന്, അയാളുടെ ഇൻട്രസ്റ്റിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ അയാളുടെ ഓണർഷിപ്പിൽ ഒരു പ്രോപ്പർട്ടി യഥാർത്ഥത്തിൽ അയാളുടെ അല്ല എന്നൊക്കെ അയാൾ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ താല്പര്യത്തിന് വിരുദ്ധമല്ല. ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ആരും പറയില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രസ്താവനയാണ് ആ വ്യക്തി നടത്തിയത്. അല്ല എന്നുണ്ടെങ്കിൽ അയാൾ നടത്തിയ പ്രസ്താവന അയാളെ തന്നെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അയാൾ നോർമലി എല്ലാവരും ഒളിപ്പിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എക്സ്പോസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷെ അയാൾ അത് എക്സ്പോസ് ചെയ്തു. അങ്ങനെയുള്ളത് പറഞ്ഞാൽ ആരും പറയാൻ മടിക്കുന്ന രീതിയിലുള്ള എക്സ്പോസ് ചെയ്യുന്ന, അയാളെ തന്നെ തുറന്നു കാണിക്കപ്പെടുന്ന ഒരു പ്രസ്താവനയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള നിലനിൽക്കുന്ന ഏതെങ്കിലും ക്രിമിനൽ നിയമ നടപടിക്ക് അയാളെ ശിക്ഷിക്കാൻ പാകത്തിനുള്ള എന്തോ ഒരു കാര്യമാണ് അയാൾ അവിടെ എക്സ്പോസ് ചെയ്യുന്നത്. അങ്ങനെ നടത്തുന്ന ഒരു പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നഷ്ടപരിഹാരത്തിനുള്ള കേസിൽ അയാളെ വിധേയമാക്കുന്ന ഒരു പ്രസ്താവനയാണ് അയാൾ നടത്തുന്നത്. അങ്ങനെയൊക്കെ ഒരു പ്രസ്താവന ഒരു വ്യക്തി നടത്തി കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ആ പ്രസ്താവന പ്രസക്തമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ് പ്രസക്തമാകുന്നത്, റെലവെന്റ് ആകുന്നത്? കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ആരോടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ നഷ്ടം ഉണ്ടാവും, സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ അയാളുടെ സ്വത്തുകൾ നഷ്ടപ്പെടും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർ ഹൈഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് കാര്യങ്ങളാണ് ഇവിടെ ഒരു വ്യക്തി ഇവിടെ എക്സ്പോസ് ചെയ്യുന്നത്. അങ്ങനെ എക്സ്പോസ് ചെയ്യുക, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു വ്യക്തി നടത്തി കഴിഞ്ഞാൽ അത് അയാളുടെ താല്പര്യത്തിന് വിരുദ്ധമാണ്. വ്യക്തി എന്ന നിലയിലും സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും അയാളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ്, അങ്ങനെ ആരും പറയില്ലല്ലോ. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ശിക്ഷ കിട്ടുന്ന ഒരു കാര്യം ഇല്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടാക്കി പറയോ? ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ എനിക്കൊരു നഷ്ടം ഉണ്ടാവുന്ന ഒരു കാര്യം ഞാൻ തുറന്നു പറയോ? ഇല്ല, അങ്ങനെ പറയില്ല എന്നാണ് നോർമലി നിയമം അസ്യൂം ചെയ്യുന്നത്, പ്രസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന ഒരു വ്യക്തി നടത്തി കഴിഞ്ഞാൽ അതിന് പ്രസക്തി ഉണ്ടാവും, അതിന് റെലവൻസ് ഉണ്ടാവും എന്ന് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്, നോക്കിയേ. എക്സാമ്പിൾ നോക്കിയേ. ഒന്നാമത്തെ എക്സാമ്പിൾ എന്താ പറയുന്നത്, ഒരു വ്യക്തി പറയാണ്, ദിസ് ലാൻഡ് ഡസ് നോട്ട് ബിലോങ് ടു മീ, ഇറ്റ് ആക്ച്വലി ബിലോങ് ടു മിസ്റ്റർ എക്സ്. ഈ പറമ്പ് അല്ലെങ്കിൽ ഈ ഒരു ഭൂമി യഥാർത്ഥത്തിൽ എന്റെ അല്ല, ഇത് മിസ്റ്റർ എക്സിന്റെ ആണെന്ന് ഒരാൾ പറയാണ്. അങ്ങനെ ആരെങ്കിലും പറയുമോ? അയാളുടെ താല്പര്യത്തിന് വിരുദ്ധം, അയാളുടെ ഓണർഷിപ്പിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആണ്. രണ്ടാമതായിട്ട് പറയാണ്, ക്രിമിനൽ നടപടിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഐ വാസ് ദ വൺ ഹു ആക്സെപ്റ്റഡ് ദ ബ്രൈബ്, ഞാനാണ് ആ കൈക്കൂലി മേടിച്ച ആൾ, ഞാൻ കൈക്കൂലി മേടിച്ചിട്ടുണ്ട്, ഞാനാണ് ആ കൈക്കൂലി മേടിച്ചിരുന്നത്. അങ്ങനെ ആരെങ്കിലും പറയോ? ഇല്ല. അത് അയാളെ തന്നെ എക്സ്പോസ് ചെയ്തൊരു എന്താ പീനൽ ഇതിന്റെ അകത്തേക്ക്, ശിക്ഷാ നടപടിയിലേക്ക് കൊണ്ടുവരുന്ന സംഗതിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് റെലവെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കപ്പെടും എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മരിച്ചുപോയ ഒരു വ്യക്തി അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാവാൻ, സാക്ഷിയായി ഹാജരാവാൻ പറ്റാത്ത വ്യക്തികൾ മുമ്പേ നടത്തിയിട്ടുള്ള പ്രസ്താവനയെ കുറിച്ചാണ്. അപ്പൊ അതിൽ മൂന്നാമത് പറയുന്നത് ഇതാണ്, ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ്. ഇനി നമുക്ക് നാലാമത് പറയുന്ന ഡി നോക്കാം.
ഇനി നാലാമതായിട്ട് പറയുന്നത് when the statement gives the opinion of any person about the existence of any public right or custom or matter of public or general interest, something which if it existed that person would have been likely to be aware എന്നുള്ള പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അയാൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിൽ, അയാൾ ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അയാൾ ജീവിച്ചിരിപ്പില്ല, അയാൾ പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ അവൈലബിൾ ആയിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് അറിയാമായിരുന്ന ഒരു കാര്യമാണ്. എന്തിനെ സംബന്ധിക്കുന്ന കാര്യമാണ്? അതൊരു പബ്ലിക് റൈറ്റിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. പൊതുജനങ്ങളുടെ അവകാശങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു കസ്റ്റം, ഒരു ആചാരത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പൊതു താല്പര്യങ്ങളെ, മാറ്റർ ഓഫ് പബ്ലിക് ഒരു ജനറൽ ഇൻട്രസ്റ്റിനെ സംബന്ധിക്കുന്ന, പൊതു താല്പര്യങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പൊതുവെയുള്ള ജനങ്ങളുടെ പൊതുവായിട്ടുള്ള അവകാശത്തെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ ഒരു ആചാരത്തെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യവുമായി പൊതുജനങ്ങളുടെ താല്പര്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ആ വ്യക്തി, യഥാർത്ഥത്തിൽ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ച് അറിയാമായിരുന്നു, അല്ലെങ്കിൽ അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ച് അറിയാമായിരുന്നു, അയാൾക്ക് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്? ആ വ്യക്തി ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് അറിയാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ആ വ്യക്തി അന്ന് ആ ജീവിച്ചിരുന്ന കാലത്ത് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് അതിനെ സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് റെലവെന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ഓൾഡ് വില്ലേജ് മാൻ, ഒരു പ്രായമായ ഒരു വില്ലേജ് ഹെഡ് മാന്, ഇപ്പൊ അയാൾ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. അയാൾ മുമ്പ് പറഞ്ഞതാണ്, നൂറ്റാണ്ടുകളായിട്ട് ഈ റിവറിന്റെ സൈഡിലുള്ള, റിവർ ബാങ്കിലുള്ള ഈ ഒരു വഴി ഇവിടുത്തെ പൊതുജനങ്ങൾ പബ്ലിക് പാത്തുമായിട്ട്, പൊതുവഴിയായിട്ട്, നടവഴിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു എന്ന് മുമ്പ് അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് കോടതിയിൽ വന്ന് പ്രൂവ് ചെയ്യാനോ അത് പറയാനോ അയാൾ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ അയാൾ ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ ആ സന്ദർഭത്തിൽ മുമ്പ് അയാൾ പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആയിരിക്കും, അല്ലെങ്കിൽ റെലവെന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതിനൊരു ബാക്കിയും കൂടെ ഉണ്ട്. However, it is relevant only if the statement was made before any controversy as to such a right, custom or matter had arisen. അപ്പൊ ഇത് എപ്പോ മാത്രമേ പ്രസക്തമാവുള്ളൂ? ഇത് പ്രസക്തമാണ്, പക്ഷെ എപ്പോ മാത്രം? ഇങ്ങനെ പറയുന്ന പ്രസ്താവന, മുമ്പേ പറഞ്ഞിട്ടുള്ള ആ പ്രസ്താവന പ്രസക്തമാണ് എപ്പോ? അവിടെ തർക്കം വരുന്നത്, കോടതിയുടെ മുമ്പിൽ ഒരു തർക്കം വരുന്നത് എന്തിനെ സംബന്ധിക്കുന്നതാണ്? ആ ഒരു പബ്ലിക് റൈറ്റിനെ സംബന്ധിക്കുന്ന, ആ അവകാശത്തെ ചൊല്ലിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ആചാരത്തെ സംബന്ധിക്കുന്ന ഒരു ഡിസ്പ്യൂട്ട്, അല്ലെങ്കിൽ അവിടെ എന്താണോ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള ആ വിഷയം ഉയർന്നു വന്നത്, അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് ആണെങ്കിൽ മാത്രമേ അത് റെലവെന്റ് ആവുള്ളൂ. എന്തിനേലും കുറിച്ച് ഉള്ള ഒരു കേസിന്റെ അകത്ത് ഇങ്ങനെ മുമ്പ് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് റെലവൻസി ഉണ്ടാവില്ല. പക്ഷെ അവിടെ ആ തർക്കത്തിലുള്ള വിഷയം എന്ന് പറയുന്നത് എന്തെങ്കിലും അവകാശത്തെ സംബന്ധിക്കുന്നതിൽ, ആചാരത്തെ സംബന്ധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റിനെ സംബന്ധിക്കുന്നതാണെങ്കിൽ അതിനെ സംബന്ധിച്ച് മുമ്പ് ഇത്തരത്തിലൊരു അറിയാവുന്ന ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, അയാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾക്ക് അതിന്റെ ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അയാൾ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ അയാൾ എവിടെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് അത് അയാൾ മുമ്പേ പറഞ്ഞതിന് ഇൻവാലിഡ് ആവില്ല, അല്ലെങ്കിൽ പ്രസക്തമാവില്ല, ഇറലവെന്റ് ആവില്ല, അതിന് വാല്യൂ ഉണ്ടാവും, റെലവെന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിളിലൂടെ അതിനെ ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? ഇതാണ് നാലാമത് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി ഈ പറയുന്നത് when the statement relates to the existence of any relationship by blood, marriage or adoption between persons and the person making such a statement had special means of knowledge about the relationship and such a statement is relevant എന്നാ പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു വ്യക്തി ഒരു സ്റ്റേറ്റ്മെന്റ് മുമ്പേ നടത്തിയിട്ടുണ്ട്. മുമ്പേ എന്ന് പറയുമ്പോൾ അയാൾ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ അയാൾ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ അയാൾ കോടതിയിൽ ഹാജരാവാൻ പറ്റുന്ന ഇൻകാപ്പബിൾ ആയിട്ടുള്ള സാഹചര്യത്തിലാണ്, ഹാജരാവാൻ പറ്റുന്ന സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ അയാളെ കൊണ്ടുവരുന്ന ഡിലേ ആവും, അല്ലെ എക്സ്പെൻസീവ് ആവും, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അയാൾ മുമ്പേ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ബന്ധുത്വത്തെ സംബന്ധിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെക്കുറിച്ച് അയാൾക്ക് സ്പെഷ്യൽ നോളേജ് ഉണ്ട്. ആ പ്രസ്താവന നടത്തിയ വ്യക്തിക്ക് അയാൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച്, ആ ബന്ധുത്വത്തെക്കുറിച്ച്, ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള നോളേജ് ഉണ്ട്, സ്പെഷ്യൽ നോളേജ് ഉണ്ട്. ആ ബന്ധുത്വം എന്ന് പറയുന്നത് എങ്ങനത്തെ ബന്ധുത്വം ആവാം? ബ്ലഡ് റിലേഷനിലൂടെ ഉള്ള, മാരേജിലൂടെ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അഡോപ്ഷനിലൂടെ ഉണ്ടാവുന്ന ബന്ധുത്വം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാവുന്ന ബന്ധങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു മാരേജ് റിലേഷനിലൂടെ ഉണ്ടാവുന്ന ബന്ധങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ബ്ലഡ് റിലേഷനിലൂടെ കുട്ടികൾ ജനിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള റിലേഷനെ കുറിച്ച്, അങ്ങനെയുള്ള എന്തിനെ കുറിച്ചാണെങ്കിലും അയാൾ മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി, ഇന്ന് ആ ബന്ധുത്വത്തെ സംബന്ധിക്കുന്ന ഒരു തർക്കം കോടതിയുടെ മുമ്പിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മുമ്പ് അയാൾ നടത്തിയിട്ടുള്ള അതിനെക്കുറിച്ച് സ്പെഷ്യൽ, ആ ബന്ധത്തെക്കുറിച്ച് സ്പെഷ്യൽ നോളേജ് ഉള്ള ആ വ്യക്തി അന്നേ നടത്തിയ ആ സ്റ്റേറ്റ്മെന്റ് ഇന്ന് റെലവെന്റ് ആയിരിക്കും കോടതിയിൽ എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണെങ്കിൽ മാത്രമാണ് അവിടെ കേസ് എന്തിനെ സംബന്ധിക്കുന്നതാണ്? ഈ ബന്ധുത്വത്തെ, ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്ന തർക്കമാണ് കോടതിയുടെ മുമ്പിലുള്ളത്. ഇപ്പൊ ഒരു കുട്ടിയുടെ പിതാവ് ആരാണെന്നുള്ള ചോദ്യമാണുള്ളത്, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്ത കുട്ടിയുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട
അവകാശമാണ് ഉള്ളത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവിടെ ഇയാളെ പിതാവ് ആരാണ്, മാതാവ് ആരാണ്, അല്ലെങ്കിൽ ഇവരും മറ്റവരും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നൊക്കെ പ്രൂവ് ചെയ്യുന്നതിലേക്കായിട്ട് മുമ്പേ അതിനെക്കുറിച്ച് സ്പെഷ്യൽ നോളേജ് ഉള്ള ആള് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതായിട്ടുണ്ടെങ്കിൽ, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഈ സെക്ഷൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞത് ഓറൽ സ്റ്റേറ്റ്മെന്റ് ആവാം, റിട്ടൺ ആവാം, എങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ആവാം. മുമ്പേ നടത്തിയിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് റെലവെന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ദിസ് അപ്ലൈസ് ഓൺലി ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബിഫോർ ദ ക്വസ്റ്റ്യൻ ഇൻ ഡിസ്പ്യൂട്ട് വാസ് റേസ്ഡ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് മുമ്പേ പറഞ്ഞിട്ടുള്ളതാവണം, അല്ലാണ്ട് ഈ തർക്കം തുടങ്ങിയതിന് ശേഷം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആവരുത്. എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ തർക്കം നടക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ ഇടക്ക് കയറിയിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് ഒരാൾ പറയണം എനിക്കറിയാം ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുമ്പേ അയാളൊരു പ്രസ്താവന നടക്കണം. തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പേ പറഞ്ഞ പ്രസ്താവനയാവണം. അങ്ങനെയുള്ള പ്രസ്താവനയ്ക്കാണ് റെലവൻസി ഉണ്ടാവുക. അപ്പൊ ഇപ്പൊ അയാൾക്ക് കോടതിയിൽ വരാൻ പറ്റില്ല എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അയാൾ ജീവിച്ചിരിപ്പില്ല എന്നതുകൊണ്ട് മുമ്പ് പറഞ്ഞ പ്രസ്താവന ഇല്ലാണ്ടാവുന്നില്ല, അതിന് റെലവൻസി ഉണ്ടാവും എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. എക്സാമ്പിൾ നോക്കിയേ. Statements about the family relationship by someone who knew the facts well made before it sorry ഇത് അതിനെ സിമ്പിൾ ആക്കി ഒന്നും കൂടെ കൊടുത്തതാണ്, എക്സാമ്പിൾ അല്ല. സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ഫാമിലി റിലേഷൻഷിപ്പ് ബൈ സംവൺ ഹു ന്യൂ ദ ഫാക്ട്സ് വെൽ മെയ്ഡ് ബിഫോർ എ ഡിസ്പ്യൂട്ട് ആർ റെലവെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബന്ധത്തെക്കുറിച്ച്, ഒരു കുടുംബ ബന്ധത്തെക്കുറിച്ച് ഒരാൾ മുമ്പേ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, അത് ഡിസ്പ്യൂട്ട് വരുന്നതിന്റെ മുമ്പേ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇന്ന് അയാൾക്ക് കോടതി പോയി അത് പറയാൻ പറ്റിയില്ലെങ്കിലും ആ സ്റ്റേറ്റ്മെന്റ് റെലവെന്റ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ ഇവിടെ കൊടുത്തു എന്നാണ് ഞാൻ ഓർത്തെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എക്സ് എന്ന് പറയുന്ന കുട്ടിയുടെ പിതൃത്വം സംബന്ധിക്കുന്ന ഒരു പറ്റേണിറ്റി സംബന്ധിക്കുന്ന ഒരു കേസാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ആ എക്സിന്റെ പിതാവ് ആരാണെന്നുള്ള തർക്കമാണെന്നുണ്ടെങ്കിൽ ആ കേസിന്റെ അകത്ത് മുമ്പേ ഒരാൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്ന സ്ഥലത്ത് എക്സ് എന്ന് പറയുന്ന ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് അയാൾ ഒരു കത്തിലൂടെ ആരെങ്കിലും അറിയിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഡയറിയിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും പറഞ്ഞാലും മതി. ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഓറലി റൈറ്റിംഗിലും ആയാൽ മതി. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ എക്സ് എന്ന് പറയുന്ന ഒരു കുട്ടി ഇന്ന സ്ഥലത്ത് ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി, അത് റെലവെന്റ് ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പം ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു വ്യക്തി മുമ്പേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് റെലവൻസി ഉണ്ടാവും. അത് ആ ഡിസ്പ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പേ കൊടുത്തിട്ടുണ്ടാവണം എന്നേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ. ഓക്കെ, നമുക്ക് എഫ് നോക്കാം. അപ്പൊ സെക്ഷൻ 26 എഫ് നമുക്ക് വായിച്ചു നോക്കാം. എഫ് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് തന്നെയാണ്. ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്? ആ സ്റ്റേറ്റ്മെന്റ് റിലേറ്റ്സ് ടു ദി എക്സിസ്റ്റൻസ് ഓഫ് എനി റിലേഷൻഷിപ്പ് ബൈ ബ്ലഡ് മാരേജ് ഓർ അഡോപ്ഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഡിസീസ്ഡ്. മരിച്ചുപോയ വ്യക്തികൾ തമ്മിലുള്ള എന്തെങ്കിലും ബന്ധുത്വത്തെ സംബന്ധിക്കുന്ന, ബന്ധുത്വം എന്ന് പറയുമ്പോൾ ബ്ലഡ്, മാരേജ്, അഡോപ്ഷൻ, ഇതിൽ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള ബന്ധുത്വം ആക്ച്വലി എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നതിനെ സംബന്ധിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അപ്പൊ ആ പ്രസ്താവന that is made in any will or deed relating to the affairs of the family to which any such a deceased person belonged, or in any family pedigree or upon any tombstone അല്ലെങ്കിൽ family portrait or other thing on which such statements are usually made, such a statement is relevant എന്നാ പറയുന്നത്. When the statement is contained in any deed, will or other document which relates to any such a transaction as is specified in clause A of section 11 of BSA എന്നാ പറയുന്നത്. അതായത് ബി എസ് സിയുടെ സെക്ഷൻ 11 ക്ലോസ് എയിൽ പറയുന്ന ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീഡ്, വില്ല് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡോക്യുമെന്റുകൾ, രേഖകൾ, അതിന്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ പ്രസക്തമായിട്ടുള്ള പ്രസ്താവനയായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഒരു വ്യക്തി, മരിച്ചുപോയ ഒരു വ്യക്തി മരിക്കുന്നതിന് മുമ്പ് ഒരു വിൽപത്രം എഴുതി. ആ വിൽപത്രത്തിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എനിക്ക് ഇത്ര ഉള്ള പ്രോപ്പർട്ടിയാണ് ഉണ്ടായത്, അതിൽ ഇത്ര സെന്റ്, ഇപ്പൊ 20 സെന്റ് സ്ഥലമാണുള്ളത്, അതിൽ 5 സെന്റ് സ്ഥലം ഞാൻ ഇന്ന ആൾക്ക് വിറ്റിട്ടുണ്ട്, ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ. അപ്പോൾ അതോടുകൂടിയാണ് ആ വിൽപ്പന നടന്നു എന്ന കാര്യം റിവീൽ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്ഷൻ 26 ഹെച്ച് ആണ് നമ്മൾ പറയുന്നത്. ഇതാണ് ഇതിന്റെ അകത്തുള്ള അവസാനത്തെ ക്ലോസ് എന്ന് പറയുന്നത് സെക്ഷൻ 26. പിന്നെ ഒരുപാട് ഇല്ലുസ്ട്രേഷൻസ് ആണുള്ളത്. അപ്പൊ ഹെച്ച് പറയാണ്, ഇവിടെ പറയുന്ന പ്രസ്താവന എന്ന് പറഞ്ഞാല് when the statement was made by a number of persons, ഇത് ഒരാൾ നടത്തിയ സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു കൂട്ടം ആളുകൾ നടത്തിയ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. and expresses feelings and impressions that are relevant to the matter in question, such a statement is considered as relevant എന്നാ പറയുന്നത്. ഇവിടെ പ്രസ്താവന നടത്തിയത് ഒരു വ്യക്തിയല്ല, ഒരു കൂട്ടം ആളുകൾ അവരുടെ ആ ഒരു സമയത്തെ വികാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഇംപ്രഷൻസിനെയാണ് അവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ അത് ഒരാളല്ല നടത്തിയത് എന്നുള്ളത് കൊണ്ട് അത് റെലവെന്റ് ആവാണ്ടിരിക്കില്ല. ഒരു കൂട്ടം ആളുകൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരുപോലെ ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപോലെ ചിന്തിക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് ഒരുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു, അതിന്റെ ഭാഗമായിട്ട് അവരൊരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ ആ പ്രസ്താവനയ്ക്ക് റെലവൻസി ഉണ്ടാവും എന്നാ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കള്ളനെ പിടിച്ചു, ഒരു രാത്രി ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറുന്ന കള്ളനെ പിടിച്ചു. അപ്പൊ കള്ളൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഓടി വരുന്നു, പിന്നെ എല്ലാവരും കൂടെ കള്ളൻ എന്ന് വിളിച്ചു പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പൊ അവര് അവിടെ എക്സ്പ്രസ് ചെയ്യുന്ന എന്താ, ആ സമയത്ത് അവരുടെ ഫീലിംഗ് അല്ലെങ്കിൽ ഇംപ്രഷൻസ് ആണ്.
അപ്പൊ അത് ഒരുപാട് ആളുകൾ മേക്ക് ചെയ്യുന്ന പ്രസ്താവനയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രസ്താവനകൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് നടത്തിയ പ്രസ്താവനയും റെലവെന്റ് ആയിട്ടുള്ള പ്രസ്താവനയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയാണ് സെക്ഷൻ 26ന്റെ ക്ലോസസ് ആയിട്ട് വരുന്നത്. എ മുതൽ എച്ച് വരെ 8 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഈ സെക്ഷനെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ഇല്ലുസ്ട്രേഷൻസ് നിങ്ങളുടെ ബൈറാക്ടിന്റെ അകത്ത്, നമ്മുടെ ബൈറാക്ടിന്റെ അകത്ത് തന്നെ നിയമത്തിന്റെ അകത്ത് പറയുന്നുണ്ട്. നമുക്കൊന്ന് ഓടിച്ചിട്ട് ആ ഇല്ലുസ്ട്രേഷൻസും കൂടെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസിലൂടെ കുറച്ചും കൂടെ ഈ സെക്ഷനെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കും. അപ്പൊ സെക്ഷൻ 26 എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മരിച്ചുപോയ ആളുകൾ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാവാൻ പറ്റാത്ത ആളുകൾ, അത് അവർ ഇൻകാപ്പബിലിറ്റി കാരണമാവോ അല്ലെങ്കിൽ അവരെവിടെയെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാവോ അല്ലെങ്കിൽ അവരെ കോടതി കൊണ്ടുവരുന്ന എക്സ്പെൻസീവ് ആയിട്ടാവോ അല്ലെങ്കിൽ ഡിലേ നേരിടുന്നത് കൊണ്ടാവോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ മുമ്പേ അവർ നടത്തിയ പ്രസ്താവനകൾ റെലവെന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ റെലവെന്റ് ആവുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ 8 സന്ദർഭങ്ങൾ ഇവിടെ പറഞ്ഞു. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ഇല്ലുസ്ട്രേഷൻസ് നോക്കാൻ വേണ്ടി പോവാണ്. ഈ സെക്ഷൻ 26ന്റെ പറയുന്ന 26ന്റെ അകത്ത് പറയുന്ന ഇല്ലുസ്ട്രേഷൻസ് ആണ് നോക്കാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഇല്ലുസ്ട്രേഷൻസ് നോക്കാം. ഒന്നാമത്തെ ഇല്ലുസ്ട്രേഷൻ പറയുന്നത് എന്താ? ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ എ വാസ് മർഡേർഡ് ബൈ ബി ഓർ എ ഈസ് ഡൈഡ് ഡ്യൂ ടു ഇഞ്ചുറീസ് റിസീവ്ഡ് ഇൻ എ ട്രാൻസാക്ഷൻ വേർ ഷി വാസ് റേപ്ഡ്. ഇവിടെ കോടതിയുടെ മുമ്പിലുള്ള ചോദ്യം, പരിഗണിക്കേണ്ടുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇഷ്യൂ എന്താ? അവിടെ എ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു. അയാളെ ആ എയെ കൊന്നത് ബി ആണോ, മർഡർ ചെയ്തത് ബി ആണോ എന്നുള്ള ചോദ്യം. അല്ലാന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന പെൺകുട്ടി അവൾ റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ അവൾക്ക് സംഭവിച്ചിട്ടുള്ള ഇഞ്ചുറീസ്, പരിക്കുകൾ കാരണമാണ് കൊല്ലപ്പെട്ടത്. ഇങ്ങനെയുള്ള കാര്യം, ഇത് ഇങ്ങനെയാണോ കൊല്ലപ്പെട്ടത് എന്ന് ചെക്ക് ചെയ്യുന്നതിലേക്കായിട്ട് എന്ത് പരിഗണിക്കും എന്നാണ് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ എ അബൌട്ട് ദി കോസ് ഓഫ് ഡെത്ത്, മർഡർ ഓർ റേപ്പ് ആർ റെലവെന്റ് ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമ്മൾ പഠിച്ചത് സെക്ഷൻ 26ൽ എയിൽ നമ്മൾ പഠിച്ചതാണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡൈയിങ് ഡിക്ലറേഷൻ ആണ്, മരണമൊഴിയാണ്. അപ്പൊ അതിന്റെ അകത്ത് മരണകാരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ കാരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ റേപ്പിനെ കുറിച്ച് അവൾ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ കേസിന്റെ അകത്ത് അവളുടെ മരണകാരണം കണ്ടുപിടിക്കുന്നതിലേക്കായിട്ട് ആ മൊഴി, ആ സ്റ്റേറ്റ്മെന്റ് റെലവെന്റ് ആയിരിക്കും. അത്രേ നമ്മളിവിടെ പറയുന്നുള്ളൂ. അപ്പം എ ബി ആണോ കൊന്നത് എന്ന് തെളിയിക്കുന്നതിലേക്കായിട്ടോ അല്ലെങ്കിൽ എ റേപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ഇഞ്ചുറി കാരണമാണോ കൊല്ലപ്പെട്ടത് എന്നതൊക്കെ തെളിയിക്കുന്നതിലേക്കായിട്ട് എ മരിക്കുന്നതിന് മുമ്പ് കൊടുത്തിട്ടുള്ള ആ കോസ് ഓഫ് ഡെത്തിനെ കുറിച്ച് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് റെലവെന്റ് ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചതാണ് സെക്ഷൻ 26ലെ ക്ലോസ് എയിൽ അല്ലെ. അപ്പൊ ആ ഇല്ലുസ്ട്രേഷൻ വായിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻ നോക്കാം. രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻ പറയുന്നത് ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ഡേറ്റ് ഓഫ് ബർത്ത്. അവിടെ കോടതിയുടെ മുമ്പിലുള്ള തർക്ക വിഷയം, ചോദ്യം എന്ന് പറയുന്നത് എയുടെ ഡേറ്റ് ഓഫ് ബർത്ത് സംബന്ധിക്കുന്ന ഒരു ചോദ്യമാണ്. എ എന്ന് പറയുന്ന ആള് എന്ന് ജനിച്ചു എന്നതിനെ സംബന്ധിക്കുന്നതാണ്. അപ്പൊ അവിടെ അത് പ്രൂവ് ചെയ്യുന്നതിലേക്കായിട്ട് an entry in the diary of a deceased surgeon regularly kept in the course of his business stating that on a given day he attended A's mother and delivered her a son is a relevant fact. അപ്പൊ ഇവിടെ എന്താ, എയുടെ ഡേറ്റ് ഓഫ് ബർത്ത് സംബന്ധിക്കുന്ന ഒരു തർക്കമാണ്, ഒരു ഇഷ്യൂ ആണ് കോടതിയുടെ മുമ്പിൽ ഉള്ളത്. അപ്പൊ അത് പ്രൂവ് ചെയ്യുന്നതിലേക്കായി അന്ന് എയുടെ അമ്മ എയെ പ്രസവിക്കുന്ന സമയത്ത് ആ പ്രസവം അറ്റൻഡ് ചെയ്തിരുന്ന ഡോക്ടർ, സർജൻ ആയിട്ടുള്ള ആൾ, അയാൾ ഇന്ന് മരിച്ചുപോയി, ഡിസീസ്ഡ് ആണ്, മരിച്ചുപോയി. എന്നാൽ പോലും അന്ന് അയാള് ഇങ്ങനെ എ എന്ന് പറയുന്ന ആളുടെ അമ്മയെ ഡെലിവറി എടുത്തു എന്നും അന്ന് ഇങ്ങനെ എ എന്ന് പറയുന്ന ഒരു കുട്ടി ജനിച്ചു എന്നും അന്ന് അയാളുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു പുസ്തകത്തിന്റെ അകത്ത് എന്താ പറയാ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, കെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ റിമാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് റെലവെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായത്? ഇതും നമ്മൾ പഠിച്ചതാണ്. പറഞ്ഞ ഒരാൾ ബിസിനസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷന്റെ ഭാഗമായിട്ട്, ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ ആണ്, സർജൻ എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ആണ്. അപ്പൊ പ്രൊഫഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും എൻട്രീസ് അവരുടെ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പുസ്തകത്തിന്റെ അകത്തും ഡയറീസിലൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പിന്നീട് അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കേസ് വരുന്ന സമയത്ത് അത് റെലവെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കപ്പെടും. അപ്പൊ ഇവിടെ ഡോക്ടർ അന്ന് എഴുതി ഇന്ന് ഞാൻ ഇന്ന എന്ന് പറയുന്ന ഇന്ന ആളെ ട്രീറ്റ് ചെയ്തു, അയാൾക്ക് ആ സ്ത്രീക്ക് എന്ന് പറയുന്ന ഒരു മകൻ ജനിച്ചു എന്ന് ആ ഡേറ്റിൽ ആ ഡോക്ടർ ഡയറിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ബിസിനസ് ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെലവെന്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി മൂന്നാമത്തെ, നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് ഒരുപാട് സമയം എടുത്താണ് ഈ 26 എക്സ്പ്ലെയിൻ ചെയ്ത് പോയത്. അപ്പൊ മൂന്നാമതായിട്ടുള്ള ഇല്ലുസ്ട്രേഷൻ നോക്കാം. അപ്പൊ മൂന്നാമത്തെ ഇല്ലുസ്ട്രേഷൻ പറയുന്നത് എന്താ? മൂന്നാമത്തെ ഇല്ലുസ്ട്രേഷൻ പറയാണ് ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ എ വാസ് ഇൻ നാഗ്പൂർ ഓൺ എ പർട്ടിക്കുലർ ഡേ. ഇവിടെ കോടതിയുടെ മുമ്പിലുള്ള പരിഗണിക്കേണ്ടുന്ന ചോദ്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിവസം എ എന്ന് പറയുന്ന ആൾ നാഗ്പൂർ ഉണ്ടായോ എന്നുള്ളതാണ് അവിടെ ചോദ്യം. അപ്പൊ അത് തെളിയിക്കുന്നതിലേക്കായിട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഇൻ എ ഡയറി ഓഫ് എ ഡിസീസ്ഡ് സോളിസിറ്റർ നോട്ടിംഗ് ഹി മെറ്റ് എ ഇൻ നാഗ്പൂർ ഫോർ ബിസിനസ് ഈസ് റെലവെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സോളിസിറ്ററുടെ ഡയറി കിട്ടി. ആ ഡയറിന്റെ അകത്ത് അയാൾ മരിച്ചുപോയി, സോളിസിറ്റർ മരിച്ചുപോയി, പക്ഷെ ആ ഒരു പ്രത്യേക ദിവസം അയാൾ എഴുതിയ ഡയറിയിൽ ഇന്ന് ഞാൻ ബിസിനസിന്റെ ഭാഗമായിട്ട് എയെ നാഗ്പൂരിൽ വെച്ച് കണ്ടിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടായാൽ മതി. അതെന്താണ്? റെലവെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കപ്പെടും, റെലവെന്റ് ആയിട്ടുള്ള വസ്തുതയായിട്ട് കണക്കാക്കപ്പെടും, അത് അഡ്മിറ്റ് ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം.
ഇവിടെ എന്ന് പറയുന്നത് ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ എ ഷിപ്പ് സെയിൽഡ് ഫ്രം മുംബൈ ഹാർബർ ഓൺ എ ഗിവൺ ഡേ. ഒരു പ്രത്യേക ദിവസം മുംബൈ ഹാർബറിൽ നിന്ന് ഒരു ഷിപ്പ് പുറപ്പെട്ടിരുന്നോ എന്നുള്ളതാണ് അവിടെ തർക്ക വിഷയം എന്ന് പറയുന്നത്. അപ്പൊ അത് പരിഗണിക്കാൻ വേണ്ടി ഇവിടെ എന്ത് ഉപയോഗിക്കാന്നാ പറയുന്നത്? എ ലെറ്റർ ബൈ എ ഡിസീസ്ഡ് മെർച്ചന്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് ദ ഷിപ്പ് സെയിൽഡ് ഓൺ എ ഗിവൺ ഡേ ഫ്രം മുംബൈ പോർട്ട് ഈസ് എ റെലവന്റ് ഫാക്ട്. അന്ന് ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു മർച്ചന്റ്, ഒരു കച്ചവടക്കാരൻ എഴുതിയിട്ടുണ്ട്, മരിച്ചുപോയ കച്ചവടക്കാരനാണ്, പക്ഷെ അയാളന്ന് എഴുതിയിട്ടുണ്ട് ഇന്ന ദിവസം മുംബൈ പോർട്ടിൽ നിന്നും ഷിപ്പ് പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ സുഹൃത്തിന് എഴുതിയതായിരിക്കാം. ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെടുകയാണ്, എന്റെ ഷിപ്പ് ഇന്ന ദിവസം പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഡേറ്റ് വെച്ചിട്ട്, നമ്മൾ പറയില്ലേ ഡേറ്റോ സൈനോ ഒക്കെ വെച്ചിട്ട് ഒരാൾ ഒരു സംഗതി എഴുതി വെക്കുകയാണെങ്കിൽ അത് റെലവെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് റെലവെന്റ് ആണ്. ഓക്കെ, അവിടെ ഡേറ്റ് ഉണ്ട്, ലെറ്റർ ആണെങ്കിലും ഒക്കെ റെലവെന്റ്, ലെറ്റർ ഡയറി എല്ലാം റെലവെന്റ് ആണ്, ഡേറ്റ് അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടായാൽ മതി. അപ്പൊ ഇതാണ് 4ാമത്തെ എക്സാമ്പിൾ. നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, അടുത്ത ഈ പറയുന്നത് നോക്കാം. 5ാമത്തെ ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് വെദർ റെന്റ് വാസ് പെയ്ഡ് ടു എ ഫോർ സർട്ടൻ ലാൻഡ്. എക്ക് ഏതൊരു പ്രത്യേക ലാൻഡിന് റെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നോ, എക്ക് റെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം എയുടെ കാര്യസ്ഥനായിട്ടുള്ള അല്ലെങ്കിൽ ഏജന്റ് ആയിട്ടുള്ള ഒരാള്, അയാൾ മരിച്ചുപോയി ഇപ്പം, പക്ഷെ അയാളുടെ ഒരു ലെറ്റർ ഉണ്ട്. അതായത് എക്കും വേണ്ടിയിട്ട് ഇന്ന ലാൻഡിന്റെ മേലുള്ള റെന്റ് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ട്. അത് റെലവെന്റ് ആണ്. ആ കേസ് പ്രൂവ് ചെയ്യുന്നതിലേക്കായിട്ട് അത് റെലവെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് പറയുന്നത്. അതായത് ഏജന്റ് പറയാണ് എക്കും വേണ്ടിയിട്ട് ഇന്ന പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ ഇന്ന ലാൻഡിന്റെ മേലുള്ള റെന്റ് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ട്. ആ ലെറ്റർ മതി, അതിന്റെ അകത്ത് അയാളുടെ സൈനും അല്ലെങ്കിൽ എന്താ പറയുക ഡേറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് അത് പ്രൂവ് ചെയ്യാൻ പറ്റും, അത് റെലവെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എഫ് എന്താ പറയുന്നത്? എഫിന്റെ ഈ എഫിൽ പറയുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കോടതിയുടെ മുമ്പിലുള്ള പരിഗണനാ വിഷയം എന്ന് പറഞ്ഞാൽ വെദർ എ ആൻഡ് ബി വെർ ലീഗലി മാരീഡ്. എയും ബിയും ലീഗലി ആണോ കല്യാണം കഴിച്ചത്, നിയമപരമായിട്ടാണോ കല്യാണം കഴിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ഡിസീസ്ഡ് ക്ലർജിമാൻ, മരിച്ചുപോയിട്ടുള്ള ഒരു പുരോഹിതന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? ദാറ്റ് ഹി മാരീഡ് ദം അണ്ടർ സച്ച് സർക്കംസ്റ്റാൻസസ് ദാറ്റ് ദ സെലിബ്രേഷൻ വുഡ് ബി എ ക്രൈം ഈസ് റെലവെന്റ് എന്ന് പറഞ്ഞാൽ ആ വിവാഹം നടത്തി കൊടുത്തിട്ടുള്ള പുരോഹിതന്റെ ക്ലർജിമാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അയാൾ ഇപ്പൊ മരിച്ചുപോയി, പക്ഷെ മുമ്പ് നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അയാളാണ് എയും ബിയും വിവാഹം നടത്തി കൊടുത്തത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന ആൾക്ക് ഓൾറെഡി ഒരു ഭാര്യ ഉണ്ടാവാം, അതുകൊണ്ട് അത് രഹസ്യമായിട്ടായിരിക്കും വിവാഹം നടത്തി കൊടുത്തത്. അപ്പൊ ആ സെലിബ്രേഷൻ അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതൊരു ക്രൈം ആവും എന്നുള്ളതായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു പ്രസ്താവന മുമ്പ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറിച്ച് വെച്ചിട്ടുണ്ട്, എയും ബിയും വിവാഹം നടത്തി കൊടുത്തു എന്നുണ്ട്. അത് പുറത്തു പറയാത്ത എന്തുകൊണ്ടായിരിക്കും? അതൊരു ക്രൈം ആവുന്നതുകൊണ്ടാണ്. അപ്പൊ ആ മാരേജ് ലീഗലാണോ? അല്ല. അത് മാരേജ് ലീഗൽ അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ആ ക്ലർജിമാന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മതി. അത് ലെറ്ററോ ഡയറിയോ എന്തോ ആവാം, ആ സ്റ്റേറ്റ്മെന്റ് മതി. അപ്പൊ അത് റെലവെന്റ് ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഇല്ലീഗൽ മാരേജിനെ പ്രൂവ് ചെയ്യാൻ ആ ക്ലർജിമെന്റ് ആ സ്റ്റേറ്റ്മെന്റ് മതി. അപ്പൊ അതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ 6ാമതായിട്ട് പറഞ്ഞ ഇല്ലുസ്ട്രേഷൻ അതായിരുന്നു. നമുക്ക് അടുത്ത ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഇല്ലസ്ട്രേഷൻ ജി പറയുന്നത് എന്താ? ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ എ പേഴ്സൺ ഹു കനോട്ട് ബി ഫൗണ്ട് റോട്ട് എ ലെറ്റർ ഓൺ എ സർട്ടൻ ഡേ. ഇവിടെ കോടതിയുടെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട്. ആ വ്യക്തി ഇപ്പൊ കാണാനില്ല എന്ന് പറഞ്ഞാൽ എവിടെ പോയെന്ന് അറിയില്ല, അങ്ങനെ കാണാണ്ടായി പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹി കനോട്ട് ബി ഫൗണ്ട്. ആ എ എന്ന് പറയുന്ന വ്യക്തി റോട്ട് എ ലെറ്റർ ഓൺ എ സർട്ടൻ ഡേ. ഒരു പ്രത്യേക ദിവസം എ എന്ന് പറയുന്ന ആള് ഒരു കത്ത് എഴുതിയോ, ആ പറയുന്ന പ്രത്യേക കത്ത് അയാൾ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അവിടെ ദ ഫാക്ട് ദാറ്റ് എ ലെറ്റർ റിട്ടൺ ബൈ ഹിം ഈസ് ഡേറ്റഡ് ഓൺ ദാറ്റ് ഡേ ഈസ് ഇറലവെന്റ്. ആ ഡേറ്റിൽ ഡേറ്റ് ഇട്ടിട്ടുള്ള ഒരു കത്ത് അയാൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് റെലവെന്റ് ആണ്. അപ്പൊ ആ ദിവസം അയാൾ ഒരു കത്ത് എഴുതി എന്നുള്ളതിനെ പ്രൂഫിലേക്ക് അയാളെ സൈൻ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ ഡെസിഗ്നേഷൻ ഉള്ള അല്ലെങ്കിൽ അയാളുടെ പേരുള്ള അല്ലെങ്കിൽ അയാളെ കൈപ്പടയുള്ള ആ ലെറ്റർ മതി എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എച്ച് എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വാസ് ദി കോസ് ഓഫ് ദി റെക്ക് ഓഫ് എ ഷിപ്പ്. ഒരു ഷിപ്പ് തകരാൻ വേണ്ടിയുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് കോടതിയുടെ മുമ്പാകെയുള്ള പരിഗണനാ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എ പ്രൊട്ടസ്റ്റ് എന്ന റിപ്പോർട്ട് എന്ന അർത്ഥത്തിലാണ് മെയ്ഡ് ബൈ ദ ക്യാപ്റ്റൻ ഹൂസ് അറ്റൻഡൻസ് കനോട്ട് ബി പ്രൊക്യൂർഡ് ഈസ് റെലവെന്റ് ഫാക്ട്. അപ്പൊ അവിടെ ആ ഷിപ്പ് തകർന്നതിന്റെ കാരണം എന്താണ് എന്നാണ് അവിടെ കോടതിയുടെ മുമ്പിലുള്ള തർക്ക വിഷയം അല്ലെങ്കിൽ പ്രശ്ന വിഷയം. കോടതിക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞ ഇഷ്യൂ എന്ന് പറഞ്ഞാല്, അപ്പൊ അവിടെ ആ റക്ക് ചെയ്തിട്ടുള്ള തകർന്നു പോയിട്ടുള്ള കപ്പലിലെ കപ്പിത്താൻ എഴുതിയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട്. ആ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട്, റിപ്പോർട്ട് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കപ്പൽ തകർന്നതുമായി ബന്ധപ്പെട്ട് അയാൾ എഴുതിയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ട്. അത് വാലിഡ് ആയിട്ടുള്ള ഫാക്ട് ആണ് അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ്. അതായത് സ്റ്റേറ്റ്മെന്റ് ആണ്, റെലവെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് പറയുന്നത്. ഹൂസ് അറ്റൻഡൻസ് കനോട്ട് ബി പ്രൂവ്ഡ്. അയാളപ്പം കണ്ടുകിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അയാൾ അതിനെ സംബന്ധിക്കുന്ന ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പൽ തകരാനുള്ള കാരണങ്ങളെ സംബന്ധിച്ച് മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ റിപ്പോർട്ട് എന്താണെന്നാ പറയുന്നത്? റെലവെന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, ഇനി ഐ എന്താ പറയുന്നത്? ഐ പറയുന്നത് ക്വസ്റ്റ്യൻ ഈസ്, ഇവിടെ ചോദ്യം എന്താണ് കോടതിയുടെ മുമ്പിലുള്ള? വെദർ എ ഗിവൺ റോഡ് ഈസ് എ പബ്ലിക് വേ. ഒരു പ്രസ്തുത റോഡ് ഒരു പൊതുവഴിയാണ്, പബ്ലിക് വേ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്തും ആ സെക്ഷൻ റെലവെന്റ് സെക്ഷൻ പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഇവിടെ ഒരു പ്രത്യേകമായി ഒരു പബ്ലിക് വേ ആണോ പൊതുവഴിയാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിലേക്കായിട്ട് മുമ്പേ ആ വില്ലേജ് ഹെഡ്മാൻ ആയിട്ടുള്ള മരിച്ചു പോയിട്ടുള്ള ആളാണ്. വില്ലേജ് ഹെഡ്മാൻ ആയിട്ടുള്ള ആള് ജീവിച്ചിരിക്കുന്ന സമയത്ത് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എ എന്നാണ് അയാളുടെ പേര്. എ എന്ന് പറയുന്ന ആ വില്ലേജ് ഹെഡ്മാൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദാറ്റ് ദി റോഡ് വാസ് പബ്ലിക്. റോഡ് പബ്ലിക് പൊതുവഴിയാണ്. കാരണം അയാൾ വില്ലേജ് ഹെഡ്മാൻ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് അറിയാം ഒരു പബ്ലിക് വേ ആണെന്ന് അയാൾ മുമ്പ് നടത്തിയ പ്രസ്താവനയുണ്ട്. അത് റെലവെന്റ് ആണ്. അപ്പൊ ആ വഴി പൊതുവഴിയാണോ എന്ന് തെളിയിക്കുന്നതിലേക്കായിട്ട് ഇപ്പം ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും മുമ്പുള്ള ആ ഒരു വില്ലേജ് ഹെഡ്മാൻ നടത്തിയ പ്രസ്താവന റെലവെന്റ് ആണ് എന്നാണ് ഇവിടെ അതിൽ പറയുന്നത്. ഇനി ജയിൽ എന്താ പറയുന്നത് നോക്കാം. The question is, what was the price of grain on a certain day in a particular market? ഒരു പ്രത്യേക മാർക്കറ്റിൽ ഒരു പ്രത്യേക ഗ്രെയിന് ഒരു പ്രത്യേക ധാന്യത്തിന് എന്തായിരുന്നു ഒരു പ്രത്യേക ദിവസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ ആ ഒരു മാർക്കറ്റിൽ ആ ധാന്യത്തിന് എന്തായിരുന്നു വില എന്നതിനെ സംബന്ധിക്കുന്നതാണ് കേസിൽ ചർച്ചാ വിഷയം, അല്ലെങ്കിൽ കേസിൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ കേസ് ഡീൽ ചെയ്യുന്നത് പ്രശ്നമായിട്ടുള്ളത്. അപ്പൊ അവിടെ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി price made by a deceased business person in the ordinary course of his business is a relevant fact. അപ്പൊ ആ ദിവസം അവിടെ കച്ചവടം നടത്തുന്ന ഒരു എന്താ പറയുക വ്യാപാരിയായിട്ടുള്ള ആള് അയാളുടെ കണക്ക് പുസ്തകത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന ദിവസം ഇപ്പൊ കുരുമുളകിന്റെ വിലയെ സംബന്ധിച്ചാണ് തർക്കമെങ്കിൽ ഇന്ന ദിവസം ഇത്രയാണ് കുരുമുളകിന്റെ വില, ഞാൻ ഇത്ര കുരുമുളക് വിറ്റു എന്നോ അല്ലെങ്കിൽ ഇത്ര കുരുമുളക് വാങ്ങി എന്നോ ഒരു അക്കൗണ്ട്സിനെ സംബന്ധിക്കുന്ന അയാളുടെ ബിസിനസിനെ സംബന്ധിക്കുന്ന ഒരു അക്കൗണ്ട്സ് അയാൾ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ അവൈലബിൾ ആണെങ്കിലും അല്ലെങ്കിലും അക്കൗണ്ട്സ് ആ വിലയെ സംബന്ധിക്കുന്ന തർക്കത്തിലേക്ക് റെലവെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് അതിന്റെ അകത്ത് എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് റെലവെന്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം നമ്മൾ പറഞ്ഞതിന്റെ തന്നെ എക്സാമ്പിൾസ് ആണ്, ഇല്ലുസ്ട്രേഷൻസ് ആണ്. അപ്പൊ അധികം ഡീറ്റെയിൽ ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പൊ അടുത്ത ഇതിലേക്ക് പോകാം. കെ പറയുന്നത് എന്താ? ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ എ ഹു ഈസ് ഡെഡ് വാസ് ദി ഫാദർ ഓഫ് ബി. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ആള് എന്ന് പറഞ്ഞ ആള് മരിച്ചുപോയി, അയാളാണോ ബിയുടെ പിതാവ്? ബി എന്ന് പറയുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന വ്യക്തിയുടെ പിതാവ് മരിച്ചു പോയിട്ടുള്ള എ ആണോ എന്നതാണ് ഇവിടെ തർക്കം. അപ്പം എ സ്റ്റേറ്റ്മെന്റ് ബൈ എ ദാറ്റ് ബി വാസ് ഹിസ് സൺ ഇസ് റെലവെന്റ് ഫാക്ട്. ആൾ മരിക്കുന്നതിന് മുമ്പ് എ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ബി എന്ന് പറയുന്ന ആൾ എന്റെ മകനാണ് എന്ന് പറഞ്ഞ പ്രസ്താവന മുമ്പ് അയാൾ ആരോടോ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയോ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് റെലവെന്റ് ആണ്. അപ്പം ബിയുടെ പിതാവ് എ ആണെന്ന് പ്രൂവ് ചെയ്യാൻ മരിച്ചു പോയിട്ടുള്ള ബിയുടെ ഫാദർ ആയിട്ടുള്ള എയുടെ സ്റ്റേറ്റ്മെന്റ് മതി. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് എൽ എന്താ പറയുന്നത് നോക്കാം. എൽ പറയുന്നത് ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വാസ് ദി ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് എ. എയുടെ ജന്മദിനം, ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് എന്നുള്ളതാണ് കോടതിയുടെ മുമ്പിലുള്ള വിഷയം. അപ്പൊ എ ലെറ്റർ ഫ്രം എസ് ഡിസീസ്ഡ് ഫാദർ ടു എ ഫ്രണ്ട് അനൗൺസിംഗ് ദ ബർത്ത് ഓഫ് എ ഓൺ എ ഗിവൺ ഡേ ഈസ് എ റെലവെന്റ് ഫാക്ട്. അപ്പൊ എന്നാണ് എ എന്ന് പറയുന്ന ആള് ജനിച്ചത്, എയുടെ ജന്മദിനം എന്നാണ് എന്നതാണ് ഇവിടെ തർക്ക വിഷയം, അല്ലെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് കോടതിയുടെ മുമ്പിലുള്ള പ്രശ്നം. അപ്പൊ അതിലേക്കായിട്ട് എയുടെ പിതാവ് എ ജനിച്ച ദിവസം എയുടെ പിതാവിന്റെ ഫ്രണ്ടിന് അയാളുടെ പിതാവ് മരിച്ചുപോയി, പക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ കുട്ടി ജനിച്ച സമയത്ത് അയാൾ ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അയാളുടെ ഫ്രണ്ടിന്. അതിന്റെ അകത്ത് പറയുന്നുണ്ട് എനിക്ക് എ എന്ന് പറയുന്ന ഒരു മകൻ ഇന്ന് ജനിച്ചു അല്ലെങ്കിൽ ഇന്നലെ ജനിച്ചു എന്ന് പറയുന്ന ഒരു ഡേറ്റ് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നുണ്ടെങ്കിൽ ആ കത്തിന്റെ അകത്ത് ഡേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം ഇന്ന് ഇന്നലെ എന്നൊക്കെ പറയുമ്പോൾ എന്നാണ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ അത് റെലവെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ്, ആ കത്തിന്റെ അകത്ത് നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് റെലവെന്റ് ആണ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അവസാനത്തെ 2 ഇല്ലുസ്ട്രേഷൻസ് ആണ് നോക്കാനുള്ളത്. എം പറയുന്നത് എന്താ? ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ ആൻഡ് വെൻ എ ആൻഡ് ബി വർ മാരീഡ്. ഇവിടെ ചോദ്യം എന്താണ്? എപ്പോഴാണ്, അല്ലെങ്കിൽ എയും ബിയും മാരി ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എപ്പോഴാണ് അവർ കല്യാണം കഴിച്ചത് എന്നാണ് ഇവിടെ ചോദ്യം. അപ്പം എൻ എൻട്രി ഇൻ എ മെമ്മോറാണ്ടം ബുക്ക് ബൈ സി. സി എന്ന് പറയുന്ന ആള്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന ആളുടെ അച്ഛനാണ്. ബിയുടെ അച്ഛൻ സി ആണ്. സി പക്ഷെ മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ സി ഒരു മെമ്മോറാണ്ടം പോലെ ഒരു കുറിപ്പ് പോലെ അയാളുടെ പുസ്തകത്തിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയത്? അയാളുടെ മകളായിട്ടുള്ള ബി എയെ വിവാഹം കഴിച്ചത് ഇന്ന ദിവസമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? എയും ബിയും വിവാഹം കഴിച്ചു എന്നും ഏത് ദിവസമാണ് അവർ വിവാഹം കഴിച്ചത് എന്നും ആ ഒരു മെമ്മോറാണ്ടത്തിന്റെ അകത്തുനിന്ന്, ആ എൻട്രീന്റെ അകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റില്ലേ? റെലവെന്റ് ആവില്ലേ? അതുകൊണ്ട് അത് റെലവെന്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അവസാനത്തെ എക്സാമ്പിൾ ഇല്ലുസ്ട്രേഷൻ നോക്കാം. എൻ പറയുന്നത് നോക്കാം. ഇവിടെ എന്താണ്? എസ് യൂസ് ബി ഫോർ ലിബൽ എക്സ്പ്രസ്ഡ് പെയിന്റഡ് കാരിക്കേച്ചർ എക്സ്പോസ്ഡ് ഇൻ എ ഷോപ്പ് വിൻഡോ. ഒരു ഷോപ്പ് വിൻഡോയിൽ ഒരു പെയിന്റഡ് കാരിക്കേച്ചർ വരച്ചിട്ടുണ്ട്. അപ്പൊ ആ വരച്ചത് തന്നെയാണ്, തന്നെ ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്തത്, തന്റെ മുഖ സാമ്യമുള്ള ഒരു കാരിക്കേച്ചർ ആണ് വരച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപകീർത്തിപ്പെടുത്തി എന്ന കേസ് എ ബിക്കെതിരെ കൊടുക്കുന്നു. അതായത് എയുടെ ചിത്രമാണ് വരച്ചത്, ബി മനഃപൂർവ്വം എ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വരച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് എ ബിക്കെതിരെ ഒരു സിവിൽ കേസ് കൊടുക്കുന്നു, സ്യൂട്ട് കൊടുക്കുന്നു. അവിടെ ഡിഫമേഷൻ കേസ് ആണ്. ഡിഫമേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു ക്രൈം ആണ്. അതുപോലെ തന്നെ ഒരു സ്യൂട്ടും കൂടെ, സിവിൽ റെമഡിയും കൂടെ ഉള്ള ഒരു കേസാണ്. അപ്പൊ അതിന് കൊടുക്കുന്നു. അപ്പൊ അവിടെ ചോദ്യം, കോടതിയുടെ മുമ്പിലുള്ള ചോദ്യം, ആ യഥാർത്ഥത്തിലുള്ള എ എന്ന് പറയുന്ന വ്യക്തിയും
അതുപോലെ ആ വരച്ചിട്ടുള്ള കാരിക്കേച്ചറും തമ്മിലുള്ള സിമിലാരിറ്റി എത്രത്തോളം ഉണ്ട് എന്നതാണ് അവിടെ കോടതിക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതിലേക്കായിട്ട് ആ നാട്ടിലെ ആളുകളില്ലേ, ക്രൗഡ്, ജനക്കൂട്ടം നടത്തുന്ന റിമാർക്സ് ഉണ്ടാവില്ലേ, ആ ശരിയാ ഇത് എ പോലെ ഉണ്ടല്ലോ, അങ്ങനെ പറയുന്ന ആ റിമാർക്സ്, ക്രൗഡ് നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, റിലവന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ക്രൗഡ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ക്രൗഡ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയാലും ആ സ്റ്റേറ്റ്മെന്റിന് റെലവൻസി ഉണ്ടാവുന്നു. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സെക്ഷൻ 26ന്റെ അകത്ത് നമ്മൾ എച്ച് വരെയുള്ള ക്ലോസസ് പഠിച്ചു. അതുപോലെ ഇപ്പൊ എൻ വരെയുള്ള എ ടു എൻ വരെയുള്ള ഇല്ലുസ്ട്രേഷൻസ് പഠിച്ചു. അപ്പൊ സെക്ഷൻ 26 മനസ്സിലായല്ലോ. ഇതിന്റെ അകത്ത് നമ്മൾ എന്താ പറഞ്ഞത്, കോടതിയിൽ ഹാജരാവാൻ പറ്റാത്ത, മരണം കാരണം അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കാരണം അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് കോടതിയിൽ ഹാജരാവാൻ പറ്റാത്ത ഒരു വ്യക്തി മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ, ആ സ്റ്റേറ്റ്മെന്റ് ഓറലി ആവാം, റൈറ്റിംഗിലാവാം, ഇങ്ങനെയാവാം, സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് റെലവന്റ് ആവുന്ന സന്ദർഭങ്ങളെ കുറിച്ചാണ് നമ്മൾ സെക്ഷൻ 26 പഠിച്ചത്. അപ്പൊ അതിന് 8 സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചു. അതിന് ഇല്ലുസ്ട്രേഷൻസ് ആയിട്ട് N വരെയുള്ള ഇല്ലുസ്ട്രേഷൻസ് പഠിച്ചു. അപ്പൊ ഇതൊരു വലിയൊരു ക്ലാസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ പറയാൻ വേണ്ടി നമ്മൾ ഇത്രയും സമയം എടുത്തു. അപ്പൊ നമുക്ക് സമയം ഉണ്ടായിട്ടല്ല, പക്ഷെ എന്താണ്, നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി അല്ലെങ്കിൽ ചുരുക്കി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഒരു സന്ദർഭം തരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റാണ്ട പോകും എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു ക്ലാസ് ആയിട്ട് ബാക്കി സെക്ഷൻസ് ഡീൽ ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.